എന്നാണ് പറയുന്നത്. എന്തും ക്ഷമയോടെ കാത്തിരുന്നാൽ തെളിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ എഴുതി തുടങ്ങിയ എൻ്റെ എഴുത്ത് കാത്തിരുന്ന് ഇപ്പോഴാണ് പുറത്തേക്ക് എത്തിയത്. അപ്പൊ കാത്തിരിപ്പെന്ന് പറയുന്നത് വലിയ ഒരു ക്ഷമയുടെ വലിയൊരു അവസ്ഥയാണ്. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ വായനയുടെ വലിയ ലോകം ഞങ്ങൾക്ക് തുറന്നിട്ടിരുന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും. 8 ആളിൽ 8ാമത്തെ പുത്രി ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ ആയപ്പോഴേക്കും എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് വലിയ വായനയുടെ ഒരു ലോകം ഉണ്ടായിരുന്നു. അവിടെ തുടക്കം കുറിച്ചത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന, ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ഞങ്ങളുടെ വല്യേട്ടനാണ്. വല്യേട്ടൻ എഴുതി വെച്ച വരികൾ ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രേരക ഘടകമാണ്. മടിയിലിരുത്തി രാമായണം വായിച്ചു തന്ന ഓർമ്മകളും ബാല്യത്തിലെ നിറയെ സന്തോഷമുള്ള നിമിഷങ്ങളുമാണ് ഇതുവരെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അത് നമ്മുടെ ബാല്യം എന്ന് പറയുന്നത് എത്ര വാർദ്ധക്യത്തിന്റെ 90ന്റെ 100ന്റെ പടിയിലെത്തിയാലും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ നിൽക്കുന്നത് നമ്മുടെ ബാല്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ ചേച്ചിമാരെഴുതുമ്പോഴും അവരോടൊപ്പം ഞാനും ചേർന്ന് എഴുതുമ്പോഴും ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങിയ അച്ഛനും അമ്മയും തന്ന അറിവ്, നല്ല ചൊല്ലുകൾ, നല്ല പ്രവൃത്തികൾ, സ്നേഹം, നല്ല ബാല്യം, ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കി തീർക്കുന്നത് ബാല്യത്തിലെ അനുഭവങ്ങളാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്, പറയാറുണ്ട് അടുത്തിരിക്കുന്ന ഭഗവാനെ തൊഴുതിട്ട് ദൂരത്തിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കാമെന്ന്. ആദ്യം അടുത്തിരിക്കുന്ന ഭഗവാനെ തൊഴുക. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഈ വിദ്യാലയം ചുറ്റുപാടുള്ള സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഒരുപാട് കുട്ടികളില്ല, അധ്യാപകരില്ല. പക്ഷെ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണിത്. ഇവിടെ ജോലി ചെയ്യാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് ഇടതും വലതുമായി നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകര്, അവരുടെ ഒരു കട്ട സപ്പോർട്ട് തന്നെയാണ് ഇന്നിവിടെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കാരണമായതും. അപ്പൊ എൻ്റെ വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ഒരു ചടങ്ങ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. കഥകളും കവിതകളും ഒക്കെ വലിയ വലിയ ലോകത്തിലേക്ക് പോകുമ്പോൾ വായനക്കാർ കുറയുന്ന ഒരു ലോകമാണെന്നും നമുക്കറിയാം. ഞാനടക്കം ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരും പലതിനെയും അവോയ്ഡ് ചെയ്യാറുണ്ട്. ഒരു പുസ്തകം തന്നാലും വലുതാണ്, കനം കൂടുതലാണ് എങ്കിൽ അത് പിന്നെ വായിക്കാം എന്ന് കരുതി മാറ്റി വെക്കുന്ന ചിന്തയാണ് ഇന്ന് കൂടുതലും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വലുതിനെയെല്ലാം ഞാനും അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ചെറുത് 48 എണ്ണത്തിനെ എടുത്തൊന്ന് പുസ്തക രൂപത്തിലാക്കി. വായിക്കുന്ന ആൾക്ക് ബോറടിക്കരുതല്ലോ. കുഞ്ചൻ നമ്പ്യാര് പറയുമായിരുന്നു, കവിത എഴുതിയാലും എന്താണെങ്കിലും ശരി കേൾക്കുന്നവന് മനസ്സിലാകണമെന്ന്. സുമാർ അഴീക്കോടും അല്ലെങ്കിൽ എം എൻ വിജയൻ സാറിന്റെ അല്ലെങ്കിൽ മറ്റ് പല എഴുത്തുകാരുടെയും ഒക്കെ കവിതകൾ നിങ്ങൾ കവിത എന്നല്ല എന്തും കഥയാവാൻ മറ്റു പലതും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയാൽ പോയി നമ്മൾ കാണാത്ത ഉഗാണ്ട വരെ പോയി തിരിച്ചു വരുന്ന പ്രാസംഗികരൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു പോക്കൊന്നും ഞാൻ നടത്തിയില്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും നിങ്ങളിൽ ആരോ ആണ് ഞാനും. എൻ്റെ എഴുത്തിൽ എന്തൊക്കെയോ നിങ്ങളിലുമുണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലാകും. നജുമിനിസ ടീച്ചർ പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്കും പറ്റും എന്ന് നിങ്ങൾക്കും തോന്നും. നിങ്ങളും ഒന്ന് ശ്രമിക്കും. അത്രമാത്രം ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും നേരം ഒരുപാട് വൈകി, ഉച്ചയായി, ചൂട് കൂടി തുടങ്ങി. നമുക്ക് അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ട്. സെക്കൻഡ് സാറ്റർഡേ വെച്ചതിന് കാരണം ഇങ്ങനെ കുറച്ച് അവധി ദിനങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കിട്ടാറുള്ളൂ. അപ്പൊ ആ ഒരു ദിവസം എന്ന് പറഞ്ഞത് ഇന്ന് സിന്ധു ടീച്ചറുടെ പരിപാടിക്ക് പോയിട്ട് ഇന്നത്തെ ദിവസം കളഞ്ഞു എന്ന് പറയിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് ഞാനും എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്തായാലും എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർക്ക്, എന്നെ ഇഷ്ടപ്പെട്ടവർക്ക്, എന്നെ ഇനിയും എൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ചെറിയ പരിപാടിയിൽ എന്നോടൊപ്പം ചേർന്ന് നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചതിന്, പിന്നെ പ്രേം സാറ് ചെറിയ പുള്ളിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരിക്കേച്ചർ വരച്ച് കള്ളനെ പിടിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ചെറുതല്ല, പക്ഷെ അത്ര വലിയ ആളും ചുരമിറങ്ങി ഇവിടെ നേരത്തെ വന്നു, എൻ്റെ അടുത്ത് വന്നു. അപ്പൊ
അപ്പൊ അത്തരത്തിലുള്ള ആ വലിയ ചെറിയ ഇഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.